ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോ പാഷൻ പ്രോ ആണ് വണ്ടി. ജനറൽ സർവീസ് പറഞ്ഞ് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് വേറെ കുറച്ച് കംപ്ലയിൻസുകളുണ്ട്. അതായത് ചെയിൻ സ്പോക്കറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്, അത് മാറ്റണം. ഫ്രണ്ട് വെട്ടൽ പറഞ്ഞിട്ടുണ്ട്, സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ട് ഫോർക്ക് സൈഡ് ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാം. വണ്ടി മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ്, അതായത് കുതിച്ച് പോകണ കംപ്ലയിൻറ്റ് പറയണം. മഴ പെയ്താലൊക്കെ വണ്ടി മിസ്സിങ് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. ആക്സിലേറ്റർ കേബിൾ ചെക്ക് ചെയ്യുക, പിക്കപ്പ് കുറവ്, മൈലേജ് ട്യൂണിങ്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ബാക്ക് ചെയിൻ സ്പോക്കറ്റ് ഭാഗം നല്ല രീതിയിൽ കംപ്ലയിൻ്റ് ഉണ്ട്, ചെയിൻ സ്പോക്കറ്റ്. പിന്നെ അത് കൂടാതെ ബാക്കിലത്തെ ഷോക്ക് അബ്സർ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ചെയിൻ നിൽക്കാത്തതിൻ്റെ മെയിൻ റീസൺ. പിന്നെ അത് കൂടാണ്ട് വണ്ടി പിക്കപ്പിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞത് ക്ലച്ച് ഡിസ്ക് കംപ്ലയിൻറ്റാണ്, വണ്ടി വലിക്കണില്ല കറക്റ്റായിട്ട്. പിന്നെ എഞ്ചിൻ്റെ ഭാഗത്ത് ചെറിയ സൗണ്ട് വ്യത്യാസമുണ്ട്, അത് എഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന ക്യാം ചെയിൻ്റെ കംപ്ലയിൻ്റാണ്. ഫ്രണ്ട് ഫോർക്കിൻ്റെ ലീക്ക് ഉണ്ട്, ഫ്രണ്ട് വീൽ ബെയറിങ് കംപ്ലയിൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ ബാക്കിലത്തെ വീൽ ബെയറിങ്ങിൻ്റെ സീറ്റിങ് പോയിട്ടുണ്ട്. അത്യാവശ്യം ഒരുവിധം നല്ല രീതിയിലുള്ള മെയിൻ്റനൻസ് ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. അതിന് ശേഷം നമുക്ക് വണ്ടി, ഞാനിപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് അഴിച്ചാണ്, പക്ഷേ നമുക്കത് ചെയിൻ സ്പോക്കറ്റ് മാറ്റാണ്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല, ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് പറയാം. അപ്പോൾ അതും പ്രകാരം നമ്മളത് സെറ്റാണെങ്കിൽ മാത്രം നമ്മളത് അഴിച്ച് ചെയ്താൽ മതി. കാരണം ബാക്ക് ഷോക്ക് അബ്സർ, ചെയിൻ സ്പോക്കറ്റൊക്കെ അടക്കം ക്ലച്ച് ഡിസ്കൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫിഗർ എമൗണ്ട് വരും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഒരു എമൗണ്ട് നമുക്ക് പുറമേ നിന്ന് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് വണ്ടി വർക്കുമായി മുന്നോട്ട് പോകാം. നമ്മളതിൻ്റെ ബാക്കിലത്തെ വീൽ അഴിച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കിലത്തെ വീൽ ബെയറിങ്ങിൻ്റെ ഹബ്ബുമേ നിന്നുള്ള സീറ്റിങ് പോയേക്കാണ്. വീൽ ബെയറിങ് ലൂസാണ് ഇതിനകത്ത് കേട്ടോ. അപ്പോൾ ആ ബെയറിങ് സീറ്റിംഗ് ഒന്ന് അടിച്ചിട്ട് വേണം നമുക്ക് ബെയറിങ് പിടിപ്പിക്കാനായിട്ട്, ബെയറിങ് ഉറപ്പിക്കണം. തന്നെയല്ല നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ഹബിൻ്റെ തേമാനാണ് ഈ കാണുന്നത്, നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ലെയ്ത്തി കൊടുത്ത് ചെയ്യേണ്ട വർക്കാണ്. അതായത് ബെയറിങ്ങിൻ്റെ സീറ്റിംഗ് അടിക്കലും ഹബിൻ്റെ സ്ലീവ് ചെയ്യലും ലെയ്ത്തി ചെയ്യേണ്ട വർക്കാണ്. അതങ്ങനെ ചെയ്തിട്ട് ഇട്ടാലാണ് കറക്റ്റായിട്ട് ബ്രേക്കിംഗ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് പറയാം. ഇപ്പം നിലവിൽ കിടക്കുന്നത് ലൈനർ, കമ്പനി ലൈനറാണ്, ഒറിജിനൽ ലൈനറാണ്, വലിയ പഴക്കമായിട്ടില്ല. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഹബിന് കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് ബ്രേക്ക് നമ്മൾ എങ്ങനെ ലൈനർ കണ്ടിൽ ഇട്ടാലും ബ്രേക്ക് ക്ലിയർ ആയിട്ട് കിട്ടില്ല. തന്നെയല്ല ബെയറിംഗ് സീറ്റിംഗ് കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ട് ഒരു ബാക്കിൽ നിന്നൊരു പൊളച്ചിലും ഈ സൈഡൊക്കെ അലൈൻമെൻറ്റ് മാറിയിട്ട് ആ സബ് പാനലിൽ കയറി ഒരയുന്ന ഒരു സീനൊക്കെയാണ് ഈ കാണുന്നത് ഈ ഭാഗം. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ലെയ്ത്തി ചെയ്യേണ്ട വർക്കാണ്. ഞാൻ എസ്റ്റിമേറ്റിൽ ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് എസ്റ്റിമേറ്റാണ് പറയുന്നത്, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ ഓൾറെഡി ചെയിൻ സ്പോക്കറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്, നമുക്ക് ചെയിൻ സ്പോക്കറ്റ് മാറണം. പിന്നെ ബാക്കിലത്തെ ഷോക്ക് അബ്സർ കംപ്ലയിൻ്റാണ്, രണ്ട് സൈഡും ലീക്കാണ്. ഈ സൈഡ് നല്ല രീതിയിൽ ലീക്കായിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ആ സൈഡും നല്ല രീതിയിൽ ലീക്കേജ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് പറഞ്ഞാൽ സാധാരണയിൽ കൂടുതൽ വെറുതെ ഒരു ചെറിയൊരു ഗട്ടറിൽ ഹമ്പിൽ ചാടിയാൽ പോലും ആക്ഷൻ കൂടുതലായിരിക്കും. ആക്ഷൻ കൂടുതൽ വരാമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഓൾറെഡി ചെയിൻ പെട്ടെന്ന് വരിയാൻ അതൊരു കാരണമായിട്ട് വരും. നോർമൽ രീതിയിലുള്ള വർക്കിങ്ങിന് പ്രോബ്ലം അല്ല, പക്ഷേ ബെയറിങ് ഈ ഷോക്ക് അബ്സർ പോയി കഴിഞ്ഞ് ഓടുമ്പോൾ നല്ല രീതിയിൽ ചെറിയൊരു കട്ട് ചാടി ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കും, അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെയിൻ സ്പോക്കറ്റ് മാറ്റുമ്പോൾ ബാക്കിലത്തെ ഷോക്ക് അബ്സറും കൂടി നിർബന്ധമായിട്ട് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്താലേ നിൽക്കുള്ളൂ. പിന്നെ ബെയറിങ് സീറ്റിംഗ് പോകാനും പ്രത്യേകിച്ച് കാരണം തപ്പണ്ട, ഷോക്ക് അബ്സർ കംപ്ലയിൻ്റ് ഉള്ളതാണ് ബെയറിങ്ങിനും ആ ഷെയ്ക്ക് കിട്ടാനുള്ളൊരു റീസൺ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്റർ കിടക്കണേ. എഞ്ചിൻ്റെ ഈ സൈഡിൽ ചെറിയൊരു ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എഞ്ചിൻ്റെ ഉള്ളിൽ നിന്നാണ് ചെയിനിൻ്റെ സൗണ്ട് വരാം, ചിലമ്പൽ സൗണ്ടാണ് കാണിക്കണേ. ഓൾറെഡി നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു ക്യാം ചെയിൻ, ചെറിയൊരു ടൈമിങ് ചെയിൻ പറഞ്ഞിട്ട് ചെറിയൊരു ചെയിൻ ഉണ്ട്. അതിൻ്റെ അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് തീർന്നിട്ടുണ്ട്. ഓട്ടോ അഡ്ജസ്റ്റിങ്ങാണ്, അത് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വന്നതാണ് സൗണ്ടാണ്. അപ്പോൾ അത് അഴിച്ചു മാറ്റിയാലാണ് ആ ഭാഗം റെഡി ആവുള്ളൂ. പക്ഷേ വണ്ടിക്ക് വലിയുടെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് ക്ലച്ച് ഡിസ്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റാണ്. ക്ലച്ച് ഡിസ്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കവർ അഴിക്കേണ്ടതായിട്ട് വരും. ക്ലച്ച് ഡിസ്ക് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വരാം, അത് അഴിച്ച് ക്ലിയർ ചെയ്താലാണ് ആ ഭാഗം കറക്റ്റ് ആവുള്ളൂ. പിന്നെ ഇതിനകത്ത് മെയിനായിട്ടുള്ള റീസൺ നമ്മളിതൊക്കെ ചെയ്തു എന്ന് കരുതാം, നമുക്ക് വണ്ടിക്ക് ഓയിൽ കത്തി ലെവൽ കുറഞ്ഞു പോകുന്ന കംപ്ലയിൻറ്റ് വണ്ടിക്ക് ഉണ്ട്. പല പ്രാവശ്യവും നമ്മളിവിടെ ഓയിൽ മാറ്റാൻ വന്ന സമയത്ത് ഓയിൽ ഇല്ലാതെ വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭാഗങ്ങൾ ചെയ്യുമ്പോൾ ക്ലച്ച് ഡിസ്കിൻ്റെ ആയാലും ടൈമിങ്ങിൻ്റെ ആയാലും ഭാഗങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു പ്രോബ്ലം നിലവിലുള്ളത് കൊണ്ട്, ഓയിൽ കുറയുന്നൊരു കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ട് വീണ്ടും ഇതേ രീതിയിൽ ഓയിൽ കുറഞ്ഞു ഓടിയാൽ നമ്മൾ ഈ ചെയ്യുന്ന പണി മൊത്തം പഴവണിയാണ്. ടൈമിങ് ചെയിനും പോവും, ക്ലച്ച് ഡിസ്ക് കാര്യങ്ങളൊക്കെ ഡാമേജ് വരും, ഓവർ ഹീറ്റിങ് വന്നിട്ടെല്ലാം പോവും. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് പറയാം. കാരണം ഞാൻ ഇപ്പോൾ ക്ലച്ച് ഡിസ്കിൻ്റെയും ടൈമിങ് ചെയിൻ്റെ ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ ഓയിൽ കുറഞ്ഞു പോകുന്ന കംപ്ലയിൻറ്റ് സിലിണ്ടർ പിസ്റ്റണുമായി ബന്ധപ്പെട്ട് വന്ന കംപ്ലയിൻറ്റാണ്. അത് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറയാം എന്താ ചെയ്യേണ്ടതെന്നുള്ള ദിവസം നോക്കാം, അതനുസരിച്ച് ചെയ്യാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ ബാറ്ററി ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. ഇതിപ്പോൾ കൺവെർട്ടർ യൂണിറ്റൊക്കെ കൊടുത്തിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ വോൾട്ട് നോക്കുമ്പോൾ 11.37 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്.
നമ്മളിപ്പോൾ ലോഡിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഫുള്ള് കട്ടായി പോകും. ഓൾറെഡി ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. സെൽഫിൻ്റെ കേസൊക്കെ എന്തെങ്കിലും റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റിയിട്ട് വേണം നമ്മളത് ചെക്ക് ചെയ്യാനായിട്ട്. ഓൾറെഡി അങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. പക്ഷേ സെൽഫ് വർക്കിംഗ് ആക്കണമെന്നുണ്ടെങ്കിൽ പുതിയ ബാറ്ററി വെച്ചിട്ട് വേണം നമ്മളത് നോക്കാനായിട്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കംപ്ലൈൻ്റ് ഉണ്ട്. വീൽ ബെയറിങ് അഴിച്ച് മാറ്റണം. ഫ്രണ്ടിലത്തെ ഷോക്ക് അബ്സർ ഓൾറെഡി ലീക്ക് ഉണ്ട്. അത് അഴിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഓയിൽ സീൽ മാത്രം മാറ്റിയാൽ നിൽക്കണമെന്നില്ല. ഫോർക്ക് പൈപ്പും കൂടി കംപ്ലൈൻറ്റ് വന്നേക്കാം. കാരണം ഈ സൈഡൊക്കെ നല്ല രീതിയിൽ ലീക്ക് ഉണ്ട്. അപ്പോൾ എന്തായാലും പൈപ്പ് കംപ്ലൈൻറ്റ് ഉണ്ടാവാം. കംപ്ലൈൻറ്റ് ഉണ്ട് എന്ന് കരുതി തന്നെ വേണം നമ്മൾ അഴിക്കാനായിട്ട്. കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാറ്റാനായിട്ട്. നേരെ മറിച്ച് അത് അഴിക്കുമ്പോൾ പ്രോബ്ലം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം. പക്ഷേ കംപ്ലൈൻറ്റ് ഉണ്ടെന്നുള്ള ധാരണയിൽ തന്നെ വേണം നമ്മളത് അഴിക്കാനായിട്ട്. അപ്പോൾ അതുപോലെ അങ്ങനെ അത്യാവശ്യം മെയിൻ്റനൻസ് ഉണ്ട് വണ്ടിക്ക്, അത്യാവശ്യം പണിയുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ആക്കാം. അതിനുശേഷം അതിൻ്റെ എസ്റ്റിമേറ്റ് എമൗണ്ടും ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിടാം. അത് കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ബാക്കിലത്തെ അത് ഈ ടൈൽ പാനലൊക്കെ ഇവിടെ പൊട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി വേണമെങ്കിൽ ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതും കൂടി പെടുത്താം കേട്ടോ. അതുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് പറയാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടാം. എന്തായാലും നമുക്ക് താമസം പിടിക്കുന്ന പണിയാണ്. ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന വർക്കല്ല നമ്മുടെ വണ്ടിക്ക്. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയും, അതനുസരിച്ച് നമുക്ക് ചെയ്യാം.